കൂടി പരമാത്മതത്വത്തെ ബോധിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായില്ല, അല്ലെങ്കിൽ ശ്രമം ഉണ്ടായില്ല. പക്ഷെ ഭഗവാൻ അന്തർധാനം ചെയ്യുന്ന സമയത്താണ് ഇനി ഇങ്ങനെ ഒരു ആശ്രയം തനിക്കില്ലല്ലോ, ഉണ്ടാകില്ല എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായത്. അത് വലിയൊരു അനുഗ്രഹമാണ്, തിരിച്ചറിവ്. ഈ വിയോഗം അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചറിവ് ഉണ്ടായി. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവസാന ഘട്ടത്തിൽ ഭഗവാനോട് നേരിട്ട് ചോദിച്ചു, സംശയങ്ങളെല്ലാം അവതരിപ്പിച്ചു. ആ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടി എക്കാലവും സനാതനധർമ്മം മികച്ച മൂല്യങ്ങളായി, ഉത്കൃഷ്ടമായ ആശയങ്ങളായി, ഉദാത്തമായ ഭാവനകളായി, ജീവിതത്തിന്റെ ശരിയായ നിർവഹണ സമ്പ്രദായമായി ആദരിക്കുകയും സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു പോരുന്നുണ്ട്. ഇവയെ നെഞ്ചോട് ചേർത്ത് വെച്ച് മസ്തിഷ്കത്തിലും ഹൃദയത്തിലും വളർത്തിയെടുത്ത് ജീവിക്കുന്ന ഒരു ജനതയാണ് ഭാരതത്തിലുള്ളത് പണ്ട് മുതൽ. അതുകൊണ്ടാണ് സനാതനമായ ശാശ്വതമായ ധർമ്മ വ്യവസ്ഥകളെയും ചിന്താഗതികളെയും ദർശനങ്ങളെയും സമീപനങ്ങളെയും പല വിധത്തിലുണ്ടെങ്കിലും ഇതിന്റെ ഏകോപന രൂപം എന്താണ്, ഇതിന്റെ പൊതുവായ ധാര എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു ജനത ഈ ധർമ്മത്തെ പരിപാലിക്കാൻ എക്കാലവും ഭാരതത്തിൽ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറയുന്നത് കേവലം മതാചാരങ്ങളോ വിശ്വാസ സങ്കല്പങ്ങളോ അതിന്റെ പുറം ഭാഗത്തുള്ള ചില പ്രകടനങ്ങളോ മാത്രമല്ല. അങ്ങനെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു മതപരമായ എന്തോ കാഴ്ചപ്പാടും അതിന്റെ പ്രകടനങ്ങളുമാണെന്നുള്ള തെറ്റിദ്ധാരണ എവിടെ വരെ വ്യാപിച്ചിരിക്കുന്നു? ഉന്നതാധികാര കേന്ദ്രങ്ങളിൽ വരെ വ്യാപിച്ചിരിക്കുന്നു. പലപ്പോഴും ഉയർന്ന ഉദ്യോഗ സ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ പദവിയിൽ അത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാകാം. അങ്ങനെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നതിൽ പോലും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയോ ഇനി മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിച്ചുകൊണ്ടോ പലപ്പോഴും വളരെ പരിഹാസ രൂപത്തിലുള്ള നിന്ദാരൂപത്തിലുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രവർത്തിച്ചവരാരൊക്കെയെന്നും അതിന്റെ ഉത്കൃഷ്ടമായ പാരമ്പര്യം എന്താണെന്നോ ഇന്നും ആ പ്രക്രിയ അനുസ്യൂതമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പോലും തിരിച്ചറിയാൻ ശ്രമിക്കാതെ ആദരവോടുകൂടി അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുപോലും ഇല്ലാതെ നിരന്തരം പുച്ഛിക്കുകയും പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും തരംതാഴ്ത്തുകയും ചെയ്യുന്ന പ്രവണത വളർന്നുകൊണ്ടിരിക്കുകയും ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന നിലയിൽ മാത്രം ഈ ധർമ്മത്തിൽ ജനിച്ച് ജീവിച്ച് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ തുച്ഛമായ ആവശ്യങ്ങൾക്കും താൽക്കാലികമായ പദവികൾക്കും വേണ്ടി നാം ധർമ്മത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളും നികത്താനാവാത്ത വിടവുകളും അതുണ്ടാക്കുന്ന സംഘർഷങ്ങളും ആപത്തുകളും ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഈ ഉത്തരവാദിത്വം വളരെ വിലപ്പെട്ടതാണ്. നാം ഓരോരുത്തരും അതിനുള്ള പ്രതിവിധി എന്താ? അതുപോലെ തിരിച്ചു മറുപടി പറയുക, വെല്ലുവിളിക്കുക, ആക്രോശിക്കുകയല്ല. നാം നമ്മുടെ ധർമ്മത്തെ കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും അതിനനുസൃതമായി ജീവിക്കാൻ ശ്രമിക്കുകയും അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക രംഗത്തും പകർത്തിക്കൊണ്ട് ഈ ധർമ്മത്തെ പരിരക്ഷിക്കുകയും ചെയ്യുക മാത്രമേ കരണീയമായിട്ടുള്ളൂ.